എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പിക്ക് വേണ്ടി ഓട്സാണ് കാച്ചിയത്. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കിട്ടിയത് പാരക്കുഞ്ഞാണ്. അതൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കാശിക്കുട്ടൻ സ്കൂളിൽ പോകാൻ റെഡിയാവാൻ പോയി. അപ്പോഴത്തേക്കും മീൻകറിയൊക്കെ ഞാൻ വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനുള്ള കാപ്പി എടുത്ത് വെച്ച് കുറച്ച് ഓട്സിനകത്ത് 3-4 ബദാമൊക്കെ ഇട്ടാണ് കേട്ടോ അവന് കൊടുത്തത്. പിന്നെ ഉച്ചയ്ക്ക് ചമ്മന്തിയും മീൻ വറുത്തതുമാണ്. അതിനുള്ള തേങ്ങയൊക്കെ ഞാൻ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു. കാന്താരി ചമ്മന്തിയാണ്. അപ്പം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്ന് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് ഞാൻ അതൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചമ്മന്തിയൊക്കെ അരച്ച് കേട്ടോ. എന്നും കാണിക്കുന്നതാണല്ലോ ചമ്മന്തി അരയ്ക്കുന്നതും എന്തൊക്കെയാണ് ഇടുന്നതെന്നുള്ളതും ഒക്കെ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ച്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓട്സൊക്കെ കഴിക്കാൻ വേണ്ടി വെളിയിലിരുന്നപ്പം നമ്മുടെ ചിന്നുവിൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കും കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. 7-8 മാസം ഒക്കെ ആയപ്പോഴത്തേനും അവൾക്കും കുഞ്ഞുങ്ങളൊക്കെ ആയി. കുറേ കുഞ്ഞുങ്ങളിങ്ങനെ റോഡിൽ നടക്കുന്നതാണ്. അവളിങ്ങനെ അധികം അവിടെ വരാറൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെളിയിരിക്കുന്ന കണ്ടുകൊണ്ട് അവൾ വന്നപ്പോൾ അവൾക്ക് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവളത് കഴിച്ചിട്ടങ്ങ് പോയി. പിന്നെ ഉച്ചയായപ്പം ഞാൻ ചോറൊക്കെ കഴിച്ച്, ഉച്ചയായില്ല അതിന് മുമ്പൊക്കെ ചോറ് കഴിച്ച്, ചമ്മന്തിയും മീൻ വറുത്തതും പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ കറിയൊക്കെ എടുത്ത് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വൈകുന്നേരം അവന്മാർക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മീനും ചോറും കൊടുത്തിട്ടൊന്നും കഴിച്ചില്ല. അപ്പം അവരുടെ കുറച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ കാശിക്കുട്ടന് വേണ്ടി കുറച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനൊക്കെ ഒന്ന് പൊടിയൊക്കെ പുരട്ടി വെച്ച് പിന്നെ നാളത്തേക്കുള്ള വെള്ളം തിളപ്പിക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് ചോറ് വെക്കാനുള്ള അരിയൊക്കെ തലേന്നേ ഇട്ട് വെക്കാമെന്ന് കരുതി. ഇട ചിക്കുവാ, ഇട ആരാ, ഇത് വഴക്കാല ചിക്കുവാണോ? ആണോ? ഇതെൻ്റെ ചിക്കൂട്ടനാ, ഇതെൻ്റെ ചിക്കൂട്ടനാ അല്ലയോനെ? തക്കറ ചിക്കൂട്ടനാ എൻ്റെ. ഇതെൻ്റെ തൊന്തരി ചിക്കൂട്ടനാ. കറുത്ത വണ്ട്, കറുത്ത വണ്ട്, കറുത്ത വണ്ട്, കറുത്ത വണ്ട്. ഇതെൻ്റെ പൊന്നുമോളാ, സുന്ദരി മോളും ചക്കര മോളാ എൻ്റെ, ഇല്ലയോടി? കൺമണി മോളല്ലേ. ഇനി ഇവിടെ വേറൊരാളുണ്ട്, വഴക്കാളി, കടിയൻ, കുരുത്തക്കേടൻ. എൻ്റെ അമ്മേൻ്റെ ചക്കര മോനായിട്ട് ഇച്ചിരി കുത്തക്കേടേ ഉള്ളൂ എൻ്റെ കൊച്ചിന്. അയ്യോ മടിയിരിക്കണ്ട. ചോറ് തരട്ടെ, ചോറ് തരട്ടെ പൊന്നിന്, ഇപ്പം തരാം. പിന്നെ അവർക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയൊക്കെ വെച്ച് പിന്നെ നാളത്തേക്കുള്ള അരിയൊക്കെ ഞാനൊന്ന് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് അവിടെ തിളച്ച് കനലിൽ തന്നെ കിടന്ന് അതങ്ങ് ഒരുവിധം വെന്ത് കിടക്കും. പിന്നെ കുറച്ച് തേയില വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം തേയില വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്. അപ്പം ഇടയ്ക്ക് വെച്ച് ഞാൻ കുറേ നാൾ തേയില വെള്ളം കുടിക്കാതെയൊക്കെ ഇരുന്നു. മധുരം ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലപോലെ വണ്ണം വെക്കുന്നുണ്ട്. എന്ത് മധുരം കിട്ടിയാലും വലിച്ചു വാരി തിന്നുമായിരുന്നു. അപ്പം വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇടയ്ക്ക് വെച്ച് മധുരമൊക്കെ ഒന്ന് കുറച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ടാറ്റാ.